ഹരേ കൃഷ്ണ. ഇന്ന് നമ്മളിനി 40ാമത്തെ ദശകത്തിലേക്ക് കടക്കുകയാണ്. നാൽപ്പതാമത്തെ ദശകം പൂതനാമോക്ഷമാണ്. നമ്മൾ ഈ ഒരു ദശകത്തിന് പുതിയ ഒരു ട്യൂണാണ്. തദനു എന്നാണ്, അതായത് അതിലാദ്യത്തെ ആ വാക്ക് വെച്ചിട്ട് തന്നെയാണ് ഇതിൻ്റെ ട്യൂൺ നമ്മൾ പറയുന്നത്. നമ്മളിവിടെ ആദ്യം മുതൽക്കേ എല്ലാ ദശകത്തിൻ്റെയും ട്യൂൺ അതിനനുസരിച്ച് പറഞ്ഞു വന്നത് കൊണ്ടാണ് നമ്മൾ ഇതും അങ്ങനെ തന്നെ പറയുന്നത്. ചില ആചാര്യന്മാർ വൃത്തം അനുസരിച്ച് പറയാറുണ്ട്. അപ്പോൾ ഇതാകുമ്പം ദ്രുതവിളംബിതം എന്ന് പറയുന്ന വൃത്തത്തിലാണ്, അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പം നമ്മൾ ആദ്യം മുതൽക്കേ ട്യൂൺ അനുസരിച്ചാണ്. അതാകുമ്പോൾ കുറച്ചുകൂടി എളുപ്പം, പഠിക്കുന്നവർക്ക് എളുപ്പം അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അതങ്ങനെ പറയുന്നത്. നമുക്ക് ആദ്യത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. തദനു നന്ദമമന്ദശുഭാസ്പദം നൃപപുരീം കരദാനകൃതേ ഗതം സമവലോക്യ ജഗാദ ഭവത്പിതാ വിദിത കംസ സഹായ ജനോദ്യമ. നമ്മൾ ഈ ദശകം പറഞ്ഞപ്പോൾ, ദശകത്തിൻ്റെ പേര് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു പൂതന മോക്ഷമാണ് എന്ന് പറഞ്ഞു. നമ്മൾ പൂതന എന്ന് പറയുന്നത് അഘാസുരൻ്റെയും ബകാസുരൻ്റെയും ചില പുരാണങ്ങളനുസരിച്ച് വത്സാസുരൻ്റെയും ഒക്കെ കുടുംബത്തിൽപ്പെട്ട അവരുടെ സഹോദരിയാണ് എന്ന് പറയാറുണ്ട്. അങ്ങനെയുള്ള പൂതന, ആ പൂതനയെ ഭഗവാൻ ഇല്ലാതെയാക്കിയപ്പോൾ, പൂതനയുടെ കാര്യത്തിൽ ഇവിടെ നമുക്കറിയാം, ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് ഈ ഒരു ദശകത്തിന് പേര് കൊടുത്തത് തന്നെ പൂതന മോക്ഷം എന്നാണ്. എന്നാൽ ബകാസുരനെയും അതുപോലെയുള്ള അസുരന്മാരെയൊക്കെ, അഘാസുരനെയൊക്കെ വധിച്ചപ്പോൾ അല്ലെങ്കിൽ ഇല്ലാതെയാക്കിയപ്പോൾ അതിനൊക്കെ വധം എന്നാണ് പറഞ്ഞത്. ഇവിടെ മോക്ഷം എന്നാണ് പറഞ്ഞത്. നോക്കൂ, ഇവിടെ പൂതനയെ വധിക്കുകയായിരുന്നില്ല, ഭഗവാൻ തന്നിലേക്ക് അങ്ങോട്ട് ചേർക്കുകയായിരുന്നു ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇവിടെ മോക്ഷം എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അസുരവംശത്തിൽ പിറന്നിട്ടും ഒരു പക്ഷേ ശ്രീകൃഷ്ണ അവതാരം എടുത്തു കഴിഞ്ഞപ്പോൾ ഏറ്റവും ആദ്യം ഭഗവാനിലേക്ക് ചേരുവാൻ ഭാഗ്യം സിദ്ധിച്ച വ്യക്തിയും കൂടിയാണ് പൂതന. ഒരു സ്ത്രീ ആയിരുന്നിട്ടും ഒരമ്മയുടെ ഭാവത്തിലാണ് വന്നത്, ചെയ്തത് അരുതാത്ത പ്രവൃത്തി ആയിരുന്നിട്ടു പോലും ഭഗവാനെ തേടി നടന്ന് അലഞ്ഞ് ഒടുവിൽ ഭഗവാനെ കണ്ടുപിടിച്ച് ഭഗവാന്റെ അടുത്തേക്ക് ഓടിയെത്തിയ ആ പൂതനയ്ക്കും ഭഗവാൻ മോക്ഷത്തെ കൊടുത്തു. തന്നെ തേടി അലയുകയായിരുന്നുവല്ലോ ഇത്ര കാലവും, ഇപ്പോൾ തന്നെ തേടി തൻ്റെ അടുത്ത് ഓടിയെത്തിയിരിക്കുന്നു. ആ പൂതനയെ ഭഗവാൻ കൈവിട്ടില്ല. നമുക്ക് അതിൻ്റെ കഥയാണ് ഈ ഒരു ദശകത്തിലൂടെ നമുക്ക് ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് പറഞ്ഞു തരുന്നത്. നമുക്ക് ശ്ലോകത്തിൻ്റെ അർത്ഥത്തിലേക്ക് പോകാം. തദനു, പിന്നീട്, അതിനുശേഷം, അതായത് നമ്മൾ തൊട്ട് മുൻപുള്ള ശ്ലോകത്തിൽ, തൊട്ട് മുൻപുള്ള ദശകത്തിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഭഗവാന് ഗോകുലത്തിൽ അവതരിച്ചതിന് ശേഷം, അവിടെ ഗോകുലത്തിലല്ല, ഇവിടെ കംസന്റെ കൊട്ടാരത്തിലാണ് ഭഗവാൻ ശരിക്കും അവതരിച്ചതെങ്കിലും ലോകം കാണെ ഭഗവാൻ ജനിച്ചിരിക്കുന്നത് യശോദാമ്മയുടെ പുത്രനായിട്ട് ഗോകുലത്തിലാണ്. അവിടെ തന്നെ കാണാൻ വരുന്നവർക്കും തനിക്ക് പാല് നൽകിയ, മുലപ്പാൽ തന്ന് തന്നെ മുലയൂട്ടിയ ആ യശോദാമ്മയ്ക്കുമൊക്കെ ആനന്ദത്തെ പകർന്നു നൽകിയ ഭഗവാന്റെ ഒരു ചിത്രം
നമുക്ക് കാണിച്ചു തന്നു. അതിനുശേഷം പറയുകയാണ് അനന്തരം, അതായത് ഇപ്പോൾ ഭഗവാൻ ഗോകുലത്തിലാണുള്ളത്, ആ കൃഷ്ണനുണ്ണി ഗോകുലത്തിലാണുള്ളത്. അപ്പോൾ അനന്തരം, ഇത് സംഭവം ഒരുപാട് നാളുകൾക്ക് ശേഷമൊന്നുമല്ല, ഭഗവാൻ പിറന്നിട്ട് അധികമായിട്ടില്ല. അപ്പോഴാണ് നന്ദമമന്ദശുഭാസ്പദം, നന്ദം അമന്ദശുഭാസ്പദം. നന്ദം എന്ന് പറഞ്ഞാൽ നന്ദഗോപരെ, അമന്ദശുഭാസ്പദം. ശുഭാസ്പദം എന്ന് പറഞ്ഞാൽ മംഗളമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ, ആസ്പദം എന്ന് പറഞ്ഞാൽ ആശ്രയമായിട്ടുള്ള, അത് ആശ്രയിക്കുന്ന ആരെയാണ്? അത് ഉള്ള ഒരാളിനെ ആവും നമ്മൾ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ശുഭകരനായിട്ടുള്ള അല്ലെങ്കിൽ ഭാഗ്യവാനായിട്ടുള്ള. അമന്തം എന്ന് പറഞ്ഞാൽ ഒട്ടും, മന്ദത എന്ന് പറഞ്ഞാൽ പതിയെ, അമന്തം എന്ന് പറഞ്ഞാൽ ഒട്ടും തന്നെയും താമസം കൂടാതെ പെട്ടെന്ന് ഭാഗ്യം വന്നു ചേർന്ന ഏറ്റവും വലിയ ഭാഗ്യവാനായ. നോക്കൂ, ഇവിടെ സത്യത്തിൽ നന്ദഗോപർക്ക് പിറന്നത് ആ പെൺകുഞ്ഞാണ്, മായാഭഗവതിയാണ്. അപ്പോൾ ഒട്ടും താമസം വന്നില്ല, മായാഭഗവതി ആയിക്കോട്ടെ, അത് ഭഗവാന്റെ നിശ്ചയമാണ്. ആ മായ അവിടെ അങ്ങനെ സംഭവിച്ചത്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ആ ഭാഗ്യം, ആ ശുഭം ഇവിടെ വന്നു ചേർന്ന ആ ഭാഗ്യവാനായിട്ടുള്ള നന്ദഗോപരെ നൃപപുരിയും, നൃപൻ എന്നാൽ രാജാവ്, പുരി രാജാവ് വാഴുന്നത്, അതായത് കൊട്ടാരത്തിലേക്ക്, ആരുടെ? കംസന്റെ കൊട്ടാരത്തിലേക്ക്. കരദാനകൃതേ, കപ്പം കരം കൊടുക്കുന്നതിനായിട്ട്, കരം ദാനകൃതേ, കപ്പം കൊടുക്കുന്നതിനായിക്കൊണ്ട്, ഗതം, അവിടെ കംസന്റെ കൊട്ടാരത്തിൽ എത്തിയ ആ നന്ദഗോപരെ സമവലോക്യ, കണ്ടിട്ട്, ആര്? ജഗാദ ഭവത്പിത. ഭവത്പിത എന്ന് പറഞ്ഞാൽ അങ്ങയുടെ അച്ഛനായിട്ടുള്ള, ആര്? വസുദേവര്. ഇവിടുന്ന് നന്ദഗോപര് കംസന്റെ കൊട്ടാരത്തിൽ കപ്പം കൊടുക്കുന്നതിനായി പോയതാണ്. അങ്ങനെ കപ്പം കൊടുത്തതിന് ശേഷം അവിടെ നിന്നും വസുദേവരുടെ അടുത്തേക്കാണ് നന്ദഗോപര് പോകുന്നത്. നന്ദഗോപരും വസുദേവരും തമ്മിൽ വലിയൊരു സുഹൃത് ബന്ധമുണ്ട്. അപ്പോൾ ഏറെ നാളുകളായി കണ്ടിട്ട്, ഏതായാലും ഇവിടെ വന്നതാണല്ലോ എന്ന് കരുതിയിട്ട് കപ്പം കൊടുത്തതിന് ശേഷം നന്ദഗോപര് നേരെ വസുദേവരുടെ അടുത്തേക്ക് പോയി. തന്നെയുമല്ല, തനിക്ക് ഇങ്ങനെ ഒരു ഉണ്ണി പിറന്ന കാര്യം പറയുകയും വേണമല്ലോ, ഒരു പക്ഷേ വസുദേവർ അറിഞ്ഞിട്ടില്ലെങ്കിലോ എന്നൊക്കെ ചിന്തിച്ചിട്ടാവും അവിടുന്ന് നേരെ വസുദേവരുടെ അടുത്തേക്കാണ് പോയത്. അങ്ങനെ വസുദേവരെ കണ്ടിട്ട് ജഗാദ എന്ന് പറഞ്ഞാൽ പറയുക, ഇങ്ങനെ പറഞ്ഞു. അതായത് ഈ വസുദേവര് നന്ദഗോപരെ കണ്ടപ്പോൾ ഇങ്ങനെ പറയുന്നത് വസുദേവരാണ്. ആരോട്? നന്ദഗോപരോട് പറഞ്ഞു. എന്ത്? വിദിത കംസ സഹായ ജനോദ്യമ, കംസ സഹായ ജന ഉദ്യമ, കംസന്റെ സഹായത്തിനായിക്കൊണ്ട് കംസന്റെ ജനങ്ങൾ, അതായത് കംസന്റെ കൂടെയുള്ള അസുരന്മാര് ഉദ്യമ, പുറപ്പെട്ടിരിക്കുന്നു. എന്തിനാ? ഈ കംസന്റെ ആയുസ്സിനെ രക്ഷിക്കുന്നതിനായിട്ട്, ആ ഇടയ്ക്ക് ജനിച്ച എല്ലാ കുഞ്ഞുങ്ങളെയും വധിക്കുന്നതിനായി, കംസനെ സഹായിക്കാൻ, കംസന്റെ ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള പൂതന തുടങ്ങിയ അസുരഗണങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ടിരിക്കുന്നു. നാടെമ്പാടും നടന്ന ആ ഇടയ്ക്ക് ജനിച്ച കുഞ്ഞുങ്ങളെയൊക്കെ വധിക്കുകയാണ് അവർ ചെയ്യുന്നത് എന്ന് വിദിത, അറിഞ്ഞ വസുദേവര് ഇപ്രകാരം ഈ ഉദ്യമത്തെക്കുറിച്ച് ഒരു അവലോകനം, ഒരു ബോധ്യം നന്ദഗോപർക്ക് പറഞ്ഞുകൊടുത്തു. വസുദേവർക്കറിയാം നന്ദഗോപരുടെ കൊട്ടാരത്തിൽ വളരുന്നത് തൻ്റെ ഉണ്ണിയാണ് എന്ന്. എന്നാൽ നന്ദഗോപർക്കാകട്ടെ അറിയില്ല. വസുദേവര് നന്ദഗോപരെ കണ്ടതും പറഞ്ഞു,
അല്ലയോ നന്ദഗോപരെ, നിങ്ങൾ എത്ര ഭാഗ്യവാനാണ്. നിങ്ങൾക്ക്, കാരണം നന്ദഗോപർക്ക് ഒരുപാട് പ്രായമായതിന് ശേഷം കിട്ടിയതാണ് കൃഷ്ണനുണ്ണിയെ. അപ്പോൾ ഇത്രയും പ്രായമായതിന് ശേഷവും നിങ്ങൾക്കൊരു ഉണ്ണിയെ കിട്ടിയെന്ന് അറിഞ്ഞു. വസുദേവർക്ക് അറിയാഞ്ഞിട്ടല്ല സത്യം എന്താണ് എന്ന്, അത് തൻ്റെ ഉണ്ണിയാണെന്നറിയാം. അതേപോലെ തന്നെ രോഹിണീ ദേവിയുടെ പുത്രൻ, രോഹിണീ ദേവി എന്ന് പറയുന്നത് വസുദേവരുടെ പത്നി തന്നെയാണ്. അപ്പോൾ വസുദേവര് നന്ദഗോപരോട് പറയുന്നുണ്ട്, അല്ലയോ നന്ദഗോപരെ, എൻ്റെ ഒരു ഉണ്ണി അവിടെ ഉണ്ടല്ലോ, സുഖമല്ലേ ഉണ്ണിക്ക് എന്നൊക്കെ കുശലം ചോദിക്കുമ്പോൾ വസുദേവരോട് തിരിച്ച് നന്ദഗോപര് പറയുന്നുണ്ട്, അല്ലയോ വസുദേവരെ, അങ്ങയുടെ ഉണ്ണിയുടെ ദുർഗതി ഞാൻ അറിഞ്ഞു, എന്ത് ചെയ്യാം എന്ന് ആ സങ്കടത്തിലൊന്ന് പങ്കുചേരുന്നുമുണ്ട്. കംസൻ ഇങ്ങനെ ഓരോ ഉണ്ണികൾ ഉണ്ടാകുമ്പോഴും അവരെയൊക്കെ കൊന്നുകളയുന്നത് നന്ദഗോപർ അറിയുന്നുണ്ട്. അപ്പോൾ ഈ വസുദേവരുടെ ദുഃഖത്തിൽ നന്ദഗോപര് സങ്കടം രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. തിരിച്ച് നന്ദഗോപർക്കുണ്ണിയുണ്ടായതിൽ സന്തോഷവും ഒപ്പം തൻ്റെ ഉണ്ണിയുടെ കാര്യം പ്രത്യേകം എടുത്ത് തിരക്കി. അതിൽ രണ്ടർത്ഥവുമുണ്ട്. തൻ്റെ രണ്ട് ഉണ്ണിമാരുടെയും കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. രോഹിണീ ദേവിയിലുണ്ടായ തൻ്റെ ഉണ്ണി തന്നെയല്ല, ഇപ്പോൾ താൻ തന്നെ അവിടെ കൊണ്ട് കിടത്തിയിട്ട് വന്ന തൻ്റെ ഉണ്ണി, ഈ രണ്ട് കുഞ്ഞുങ്ങളുടെയും കാര്യം ഒന്നിച്ച് വസുദേവർ തിരികെ നന്ദഗോപരോട് അന്വേഷിക്കുന്നുമുണ്ട്. അപ്പോൾ ഈ തൻ്റെ രണ്ട് ഉണ്ണികളാണ് അവിടെ നന്ദഗോപരോടൊപ്പം വളരുന്നതെന്ന് അറിയാവുന്ന വസുദേവർ നന്ദഗോപരോട് ഉണർത്തിച്ചു. ഇങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട്. കംസൻ്റെ സഹായത്തിനായിക്കൊണ്ട് അസുരന്മാർ, ഈ പൂതനെ അടക്കമുള്ള അസുരന്മാർ അവിടെ നിന്ന് കൊട്ടാരത്തിൽ നിന്ന് പുറപ്പെട്ട് നാട് നീളെ നടന്ന് കുഞ്ഞുങ്ങളെയൊക്കെ വധിക്കുന്നുണ്ട്. ഒന്ന് സൂക്ഷിച്ചോളൂ എന്ന് തന്നെയല്ല, പെട്ടെന്ന് തിരികെ പൊയ്ക്കോളാനും പറയുന്നുണ്ട്. അവിടെ നന്ദഗോപരില്ലാത്തപ്പോൾ ആ കൊട്ടാരത്തിൽ ഗോകുലത്തിൽ വന്ന് തൻ്റെ ഉണ്ണികൾക്ക് എന്തെങ്കിലും അപകടം പറ്റിയാൽ അതുകൊണ്ട് എളുപ്പം അവിടെ നിന്നും യാത്രയാക്കാനും വസുദേവര് ശ്രമിക്കുന്നുണ്ട്, പറഞ്ഞു വിടുന്നുണ്ട് നന്ദഗോപരെ. ഇങ്ങനെ താൻ എന്താണോ അറിഞ്ഞത് അത് നന്ദഗോപർക്ക് പറഞ്ഞു കൊടുക്കുന്നതിൽ വസുദേവർ ഇത്രയേറെ ഉത്കർഷ കാണിക്കുവാൻ കാരണം ആ കൊട്ടാരത്തിൽ വളരുന്ന ഗോകുലത്തിൽ വളരുന്ന രണ്ടുണ്ണികളും തൻ്റെ ഉണ്ണികളാണ് എന്ന് നന്ദഗോപർക്കറിയില്ലെങ്കിലും വസുദേവർക്ക് അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെയാണ്. നമുക്കിനി ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. തദനു നന്ദമമന്ദശുഭാസ്പദം നൃപപുരീം കരദാനകൃതേ ഗതം സമവലോക്യ ജഗാദഭവത്പിതാ വിദിത കംസ സഹായ ജനോദ്യമ. ശ്ലോകം പൊതുവെ എളുപ്പമുള്ള ഒരു ശ്ലോകമാണ്, എങ്കിലും വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നന്ദം അമന്ത ശുഭാസ്പദമാണ്. അതുകൊണ്ട് തന്നെ നന്ദം അമന്ത ആദ്യത്തെ മായ്ക്ക് അകാരം കൊടുത്തു വായിക്കുവാൻ ശ്രമിക്കുക. അതുപോലെ നാലാമത്തെ പാദത്തിലേക്ക് വരുമ്പം കംസ സഹായജനോദ്യമ, സഹായജന ഉദ്യമ പദം പിരിക്കണ്ട, വായിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും. അവിടെ വിസർഗവുമുണ്ട്, പകുതി ഹകാരത്തിൽ വായിച്ചു നിർത്തുകയും വേണം. ഇനി അടുത്തത് രണ്ടാമത്തെ ശ്ലോകമാണ് നമുക്ക് നോക്കാനുള്ളത്. അത് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.